ഇപ്പോ നീ പോ. സാങ്കവ് പറഞ്ഞു നിർത്തി. അത് കേട്ട് തൃപ്തി വന്നില്ലെങ്കിലും ഋഷി തലയാട്ടി. ഒട്ടും വൈകാതെ തന്നെ സാങ്കവ് ഋഷിക്ക് മലയിറങ്ങാനുള്ള എളുപ്പ വഴി കാണിച്ചു കൊടുത്തു. എന്ത് ചോദിച്ചാലും സാങ്കവിൽ നിന്ന് കൂടുതലൊന്നും അറിയാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഋഷി പതിയെ ആ വഴിയിലേക്ക് തന്നെ ഇറങ്ങാൻ തുടങ്ങി. കയറുമ്പോൾ ഇരുട്ടും ഭയവും തോന്നിയിരുന്ന കാട് പകൽ സമയത്ത് അതിമനോഹരമായിരുന്നു. ആ കാടിന്റെ സൗന്ദര്യം ആവോളം ആസ്വദിച്ചുകൊണ്ട് ഋഷി മുൻപിലേക്ക് നടന്നു. ഇപ്പം മനസ്സിലായി ഈ സിദ്ധന്മാർ എന്തുകൊണ്ടാ ഈ സ്ഥലം തന്നെ താവളമായി തിരഞ്ഞെടുത്തതെന്ന്. ഇത്രയും മനോഹരമായ സ്ഥലം കണ്ട ആരാ ഇവിടെ താമസിക്കാതിരിക്കുക? ഋഷി ചിരിയോടെ സ്വയം പറഞ്ഞു. അപ്പോഴും സാങ്കവ് ദൂരെ നിന്നുകൊണ്ട് ഋഷി പോകുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. ഇത് കേവലം ഒരു തുടക്കം മാത്രമാണ് ഋഷി. നീ അറിയാനും കാണാനും ഇനിയും ഒരുപാടുണ്ട്, സാങ്കവ് മന്ത്രിച്ചു. അതൊന്നും അറിയാതെ വേറെന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ഋഷി കുന്നിറങ്ങി വരികയായിരുന്നു. അന്നേരം പെട്ടെന്ന് അവൻ പിന്നിൽ നിന്നും ഒരു മുരൾച്ച കേട്ടു. ഋഷി ഞെട്ടിപ്പോയിരുന്നു. ഞെട്ടലോടെ തന്നെ അവൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. നോക്കിയപ്പോൾ കണ്ടത് ഒരു കടുവ തന്നെ നോക്കി നിൽക്കുന്നതായിരുന്നു. ആ കാഴ്ച കണ്ട് ഋഷി ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഒരു നിമിഷം നിന്നു. എന്റെ ദൈവമേ, ഈ സാധനം ഇതുവരെ പോയില്ലേ? ഇനി ആ മഹാഗുരു എനിക്കിട്ട് തരുന്ന പണിയാണോ ഇതിപ്പോ? ഇതിനെ ഞാൻ ഫൈറ്റ് ചെയ്ത് വീഴ്ത്തണോ, അതോ ഉള്ള ജീവനും കൊണ്ട് ഓടി ഇവിടുന്ന് രക്ഷപ്പെടണോ? ആ കടുവയെ കണ്ട് ഋഷി ഭയപ്പാടോടെ സ്വയം ചോദിച്ചു. ഋഷി ആശങ്കയോടെ നിന്നു. വീണ്ടും ആ കടുവ ഋഷിയെ നോക്കി ഗർജിച്ചു. അത് കേട്ടതും ഋഷി തെല്ലൊന്ന് ഞെട്ടലോടെ അതിനെ തന്നെ നോക്കി. കടുവയുടെ കണ്ണുകളിൽ വിശപ്പിന്റെ തീഷ്ണതയുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അതിനെതിരെ പോരാടി ധീരത തെളിയിക്കുന്നതിനേക്കാൾ ഓടി രക്ഷപ്പെടുന്നതാണ് നല്ലതെന്ന് ഋഷിന് തോന്നി. പിന്നൊന്നും നോക്കിയില്ല, ഒറ്റ ഓട്ടമായിരുന്നു ഋഷി അവിടുന്ന്. ഓടാൻ തുടങ്ങിയ ഋഷി ഒടുവിൽ മലയുടെ മുകൾ ഭാഗത്തെത്തി. അവിടെ എത്തി അല്പനേരം പരിഭ്രാന്തിയോടെ ഋഷി ചുറ്റും നോക്കി. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ അവൻ പെട്ടെന്ന് മലമുകളിൽ നിന്ന് തല കറങ്ങി വീണു. ആ വീഴ്ചയിൽ പകുതി ബോധത്തിൽ ഋഷി തന്റെ മാതാപിതാക്കളും ശ്രീലക്ഷ്മിയെയും അവന്റെ ഉറ്റ സുഹൃത്തുക്കളെയും മുത്തച്ഛനെയും ഓർത്തുപോയി. ആ വീഴ്ചയിൽ തന്നെ ഋഷി തന്റെ ജീവിതം അവസാനിച്ചെന്ന് കരുതിയിരുന്നു. കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് അവൻ എന്തെങ്കിലും രക്ഷപ്പെടാൻ ഒരു കച്ചിത്തുരുമ്പിനായി കൈകൊണ്ട് പരതി. പക്ഷേ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഋഷി താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു. എല്ലാം അവസാനിച്ചുവെന്ന് കരുതി നിൽക്കെ പെട്ടെന്ന് ഋഷിക്ക് എന്തോ തന്റെ അരയിൽ ചുറ്റിയതായി തോന്നി. ആ നിമിഷം ഞെട്ടി ഉണർന്ന ഋഷി കാണുന്നത് വലിയ കൊമ്പുകളുള്ള ഒരു ആന അതിന്റെ തുമ്പിക്കൈ കൊണ്ട് ഋഷിയുടെ അരയിൽ ചുറ്റിപ്പിടിച്ച് നിൽക്കുന്നതാണ്. ആ ആന സൂക്ഷിച്ച് അവൻ ആനയുടെ പുറത്തിരുത്തി. ഋഷിക്ക് അവന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അപ്പോഴേക്കും ആന പതിയെ അവനെയും കൊണ്ട് പിന്നിലേക്ക് തിരിഞ്ഞു. അന്നേരമാണ് ആനയുടെ പുറകിൽ മറ്റാനകൾ നിൽക്കുന്നത് ഋഷി കണ്ടത്. ആനക്കൊമ്പ് കളർത്താൻ വന്നവരിൽ നിന്നും ഇന്നലെ ഋഷി രക്ഷിച്ച അതേ ആനക്കൂട്ടം. എന്റെ ദൈവമേ, ഈ കാട്ടിൽ നടക്കുന്നതെല്ലാം എന്തോ മാജിക് പോലെ ഉണ്ടല്ലോ. ഈ ആനക്കൂട്ടത്തെ ഞാനാ രക്ഷിച്ചതെന്ന് ഇതുങ്ങൾക്ക് എങ്ങനെ അറിയും? ഷെടാ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഋഷി ആശ്ചര്യത്തോടെ പറഞ്ഞു. പക്ഷെ അപ്പോഴാണ് ഋഷിക്ക് തന്നെ പിന്തുടർന്ന് വന്ന ആ കടുവയെ ഓർമ്മ വന്നത്. അതിനെ ഓർമ്മ വന്നപ്പോൾ തന്നെ ഋഷി തിടുക്കത്തിൽ മേലേക്ക് നോക്കി. അന്നേരം മലയുടെ മേലെ ഋഷി വീണടുത്ത് നിന്നും കടുവ തിരികെ നടക്കുന്നതായിരുന്നു അവൻ കണ്ടത്. ആനക്കൂട്ടത്തെ കണ്ടപ്പോൾ പിൻവാങ്ങിയതായിരുന്നു ആശാൻ. അത് കണ്ടതും ഋഷി ഒരു ദീർഘനിശ്വാസം എടുത്ത് ആ വലിയ ആനയുടെ പുറത്ത് സമാധാനത്തോടെ ഇരുന്നു. അതോടെ ഋഷിയെയും വഹിച്ചുകൊണ്ട് ആ ആന ഗാംഭീര്യത്തോടെ മുന്നോട്ട് നീങ്ങി. പിന്നാലെ തന്നെ ആ ബാക്കി ആനക്കൂട്ടവും. തന്നെ സുരക്ഷിതമായി കാടിന്റെ അരികിൽ എത്തിച്ച ആ ആനക്കൂട്ടം പെട്ടെന്ന് അവരെത്തിയ സ്ഥലത്തിനപ്പുറത്തേക്ക് നീങ്ങാതെ നിശ്ചലരായി. ഇതെന്തു പറ്റി? ഇവരെന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഋഷി സംശയത്തോടെ ചോദിച്ചു. പക്ഷെ അപ്പോഴേക്കും ആനക്കൂട്ടം അനങ്ങാതെ തന്നെ നിൽക്കുകയായിരുന്നു. ഋഷിക്ക് എന്തോ മനസ്സിലായി. ഓ, ഇതാണോ നിങ്ങളുടെ പരിധി? ഇതിനപ്പുറം പോവാൻ നിങ്ങൾക്ക് കഴിയില്ലേ? ആ, പോട്ടെ പോട്ടെ, ഞാൻ ഇറങ്ങാം. ഇനി കടുവയും സിംഹവും ഒന്നും വരില്ലല്ലോ. അതും പറഞ്ഞുകൊണ്ട് ഋഷി ആനയുടെ തലയിൽ തലോടി. അപ്പോൾ തന്നെ കാര്യം മനസ്സിലായ പോലെ ആന തന്റെ മുട്ടുകുത്തി ഋഷിക്ക് ഇറങ്ങാൻ പാകത്തിന് തറയിലേക്കിരുന്നു. ഋഷി സന്തോഷത്തോടെ ആ ആനയുടെ തലയിൽ മുത്തി. ശേഷം അവൻ ശ്രദ്ധിച്ച് ആനപ്പുറത്തു നിന്നും താഴേക്കിറങ്ങി. തന്നെ രക്ഷിച്ച ആനയുടെ മുഖത്ത് സ്നേഹത്തോടെ അവസാനമായി മുകർന്നു. അതിൽ സന്തോഷം പൂണ്ട ആന ഋഷിയെ പെട്ടെന്ന് തുമ്പിക്കൈ കൊണ്ട് വീണ്ടും പൊക്കി അവന്റെ നെറ്റിയിൽ സ്നേഹത്തോടെ മുട്ടിച്ചു. അല്പനേരം അങ്ങനെ നിന്ന ശേഷം അവനെ അത് പതിയെ താഴെ വെച്ചു. ഋഷി പോകാൻ നേരം
ആനക്കൂട്ടം മുഴുവൻ അവന്റെ മുന്നിൽ വന്നു നിന്നു. ശേഷം അവരുടെ തുമ്പിക്കൈ പൊക്കി നന്ദി പ്രകടിപ്പിച്ചു. ഋഷിയും തിരികെ കൈകൂപ്പി അവരെ നന്ദിയോടെ വണങ്ങി. ആനകൾ തുമ്പിക്കൈയും തലയും കുലുക്കി അവന്റെ നന്ദി സ്വീകരിച്ചു. ശേഷം പതിയെ കാടിന്റെ ഉൾഭാഗത്തേക്ക് നടന്നു നീങ്ങി. 2 ദിവസത്തിനുള്ളിൽ എന്റെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങൾ എത്രയാണെന്ന് അറിയില്ല. ലൈഫ് ഈസ് സോ കാം ലേറ്റ്ലി. ഋഷി ചിരിയോടെ സ്വയം പറഞ്ഞു. അവൻ ഏകദേശം കുന്നിന്റെ പകുതി ദൂരം പിന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഒട്ടും വൈകാതെ തന്നെ മുഴുവൻ കുന്നും പിന്നിട്ട് അവൻ തന്റെ കാറിന് സമീപത്തെത്തി. അത്രയും നേരമായിട്ടും ഋഷിക്ക് ശരിക്കും വിശപ്പ് വന്നില്ല. സാംഗവ് നൽകിയ ഔഷധ സസ്യത്തിന് എത്ര ശക്തിയുണ്ടെന്ന് ഋഷി മനസ്സിലാക്കുകയായിരുന്നു. സാംഗവ് പറഞ്ഞ വിശദീകരണത്തെക്കുറിച്ചും ഋഷി ആലോചിച്ചു. പറഞ്ഞത് ശരിയാണ്. വിശക്കുന്നത് തെറ്റല്ല. വിശപ്പ്, ഉറക്കം, പ്രണയം, കാമം എന്ന അടിസ്ഥാന വികാരങ്ങളില്ലാതെ ഈ ലോകത്ത് ജീവിച്ചിട്ട് പ്രയോജനമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ അകപ്പെടുമ്പോൾ ആ പച്ചമരുന്ന് എന്തുകൊണ്ട് ഉപയോഗപ്രദമാണ്? അതുകൊണ്ട് ഈ മരുന്ന് ആ രീതിയിൽ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് അവരോട് ചോദിക്കണം. സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് ഋഷി തീരുമാനിച്ചു. പെട്ടെന്നാണ് ഋഷിയുടെ ചിന്തകൾക്ക് കടിഞ്ഞാനിടും വിധം അവന്റെ കാറിന് വെളിയിൽ നിന്നും ആ ശബ്ദം കേട്ടത്. ആ, നീ രാവിലെ തന്നെ മല കയറി വന്നോ? വഴിപാടുകൾക്ക് കഴിഞ്ഞ് തിരിച്ചു വന്ന പോലെയുണ്ടല്ലോ മുഖത്തെ തെളിച്ചം. ശബ്ദം കേട്ട് ഋഷിൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ഇന്നലെ രാത്രിയിൽ പരിചയപ്പെട്ട ആദിവാസി ചേട്ടനെയായിരുന്നു. അയാളെ കണ്ടതും ഋഷി പെട്ടെന്ന് പുഞ്ചിരിച്ചു. ആ അതെ, ഋഷി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. എങ്കിൽ ഇനി താൻ ഒന്നും തന്നെ ആലോചിച്ച് വിഷമിക്കണ്ട. എല്ലാം ശരിയാവും. നീ ചെറുപ്പമാണ്. പെട്ടെന്ന് കല്യാണം കഴിച്ച് സന്തോഷമായി ഒരു കുടുംബമായി ജീവിക്കൂ. താങ്കളുടെ മാതാപിതാക്കൾ സന്തോഷിക്കട്ടെ. ആ ചേട്ടൻ സൗമ്യമായി പറഞ്ഞു. അയാളുടെ ആത്മാർത്ഥമായ വാക്കുകൾ ഋഷിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയിച്ചു. ആ, അയാൾ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ ഞാനിനി വേറെ കല്യാണത്തിന് പോയാ എന്റെ സ്ത്രീ എന്നെ കൊല്ലും. ഋഷി ഒരു ചിരിയോടെ മനസ്സിലോർത്തു. തീർച്ചയായും ചേട്ടാ, അതായിരുന്നു ഋഷി അയാളോട് പറഞ്ഞ മറുപടി. അത് കേട്ട് അയാൾ ഒന്ന് തലയാട്ടി. എങ്കിൽ ശരി, എനിക്കിവിടുന്ന് ഒരുപാട് ദൂരം വണ്ടി ഓടിച്ച് പോവാനുള്ളതാ. ഞാൻ ചെല്ലട്ടെ. ചിരിയോടെ ആ ഗ്രാമവാസിയെ നോക്കി അതും പറഞ്ഞ് ഋഷി തന്റെ യാത്ര തുടർന്നു. പക്ഷെ പെട്ടെന്ന് എന്തോ ആലോചിച്ച് നിന്ന ആദിവാസി ചേട്ടൻ ഋഷിയെ കണ്ണും വിടർത്തി നോക്കി. അയ്യോ, നിൽക്കൂ, 1 മിനിറ്റ്. അതും പറഞ്ഞ് അയാൾ ഋഷിയെ തടഞ്ഞു. എന്താ ചേട്ടാ? ഋഷി സംശയത്തോടെ ചോദിച്ചു. ഋഷിയുടെ ചോദ്യം കേട്ട് അയാൾ തിരക്കിൽ പിന്നിലേക്ക് തിരിഞ്ഞു. ഒരു പ്രധാന കാര്യമുണ്ട്. കുറച്ചു നേരം നിൽക്കൂ, ഞാൻ പെട്ടെന്ന് പോയി വരാം. അയാൾ വേഗത്തിൽ ഓടുന്നതിനിടെ പറഞ്ഞു. ആ തിരിഞ്ഞോടിയ അയാൾ അവിടെയുള്ള ചെറിയ കടയിൽ വെച്ചിരുന്ന ഒരു കവറെടുത്ത് ഋഷിക്കരികിലേക്ക് ഓടി വന്ന് അത് അവന്റെ കയ്യിൽ കൊടുത്തു. വീട്ടിലുള്ളവർക്ക് കൊടുക്കു മോനെ. അതും പറഞ്ഞുകൊണ്ട് ഋഷിയെ സംസാരിക്കാൻ സമ്മതിക്കാതെ അത് അയാൾ ഋഷിയുടെ കയ്യിൽ പിടിപ്പിച്ചു. അതിൽ കാട്ടുതേനും ചില നാടൻ പലഹാരങ്ങളുമായിരുന്നു. ഋഷി ആശ്ചര്യത്തോടെ അയാളെ നോക്കി. ഇനി വൈകണ്ട, പോയി വരൂ. ഋഷിന്റെ ഭാവം കണ്ട് അയാൾ ചിരിയോടെ പറഞ്ഞു. ഋഷി സന്തോഷത്തോടെ അയാളോട് ബൈ പറഞ്ഞുകൊണ്ട് തന്റെ കാറെടുത്തു. അപ്പോഴും ഋഷിയുടെ അത്ഭുതം മാറിയിരുന്നില്ല. കാരണം ജീവിതത്തിൽ ഋഷി ഇതുവരെ കണ്ടുമുട്ടിയ ആളുകളെല്ലാം ഒന്നുകിൽ ഋഷി സമ്പന്നനാണെന്ന് അറിഞ്ഞാലേ അവനെ ബഹുമാനിക്കൂ. എന്തിനേറെ സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കുക വരെ ചെയ്യൂ. അതല്ലെങ്കിൽ ആളുകൾ അവനോട് മോശമായി പെരുമാറും. കണ്ടുമുട്ടിയവരിൽ ഭൂരിഭാഗവും അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവന്റെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഇപ്പോഴിതാ പുതിയ ഒരാൾ. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.